നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സുകന്യ കുറച്ച് പണം കൂടെ വേണമെന്നൊക്കെ രാജശ്രീയോട് പറയണം. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, നീ എന്തൊക്കെയാ സുകന്യ പറയണേ? അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കമ്പനിയിൽ നിന്ന് പണം എടുത്ത് തന്നിട്ട് അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയാവോ? ഞങ്ങൾ എത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോന്നൊക്കെ ചോദിച്ചു. സുകന്യ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ എനിക്ക് തരുന്ന ഔദാര്യമൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയാ, എനിക്കത് കിട്ടിയേ മതിയാവുള്ളൂ പറഞ്ഞു. ഇപ്പൊ വേണമെന്നില്ല, ഞാൻ ചോദിക്കുമ്പോ ഇത്തിരി സാവകാശം തന്നാലും മതി, പിന്നെ എനിക്ക് പണം കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രാശ്രീക്ക് ദേഷ്യം വന്നു. രാശ്രീ പറഞ്ഞു, നീ ചോദിക്കുമ്പല്ല ഇവിടെ പണം തരാൻ ഇരിക്കുവാണോ? ഈ സമയം ഇന്ദിരമ്മ പത്രമൊക്കെ വായിച്ച് ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് രാശ്രീയുടെ മുറിയിൽ നിന്ന് ഒച്ചപ്പാട് കേൾക്കണേ. പെട്ടെന്ന് ഇന്ദിരമ്മ രാശ്രീയുടെ മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് സുകന്യ പറഞ്ഞു, നിങ്ങൾ എന്നോട് കൂടുതൽ പറയൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നിങ്ങളുടെ അനുജന് മുന്നിൽ തല കുണിച്ച് നിന്നോളാം ഞാനില്ലായിരുന്നെങ്കിൽ ഈ വിവാഹം പോലും നടക്കില്ലായിരുന്നു പറഞ്ഞു. രാശ്രീ പറഞ്ഞു, നീ അത്ര ഔദാര്യമൊന്നും പറയൊന്നും വേണ്ട. നീയേ എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എടി, നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ട് രണ്ടാം ഘട്ടല്ലേടി ഇത്. ഇത് കേട്ടത് ഇന്ദിരാമൻ ഞെട്ടി. രണ്ടാം ഘട്ടോ? ഈ കാര്യം എങ്ങാനും ദേവമംഗലത്തോ അല്ലെങ്കിൽ ഇവിടെയുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയൊക്കെ അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയാലോ. പിന്നെ നീ പുറത്താ. ധർമ്മനെ പോലെയുള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. എന്നിട്ട് അവനെ പോലൊരു നല്ല ചെറുപ്പക്കാരനെ നിനക്ക് ഞങ്ങൾ കണ്ടെത്തി തന്നില്ലേ? എന്നിട്ട് അവള് പറയുന്നു അവളുടെ ഔദാര്യമാണ് പോലും. ഈ സമയത്ത് ഇന്ദിരാമ്മയ്ക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഇന്ദിരാമ്മ പതുക്കെ ഹാളിലേക്ക് വന്നു. കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ സുകന്യ രാജശ്രീയും തമ്മിലുള്ള സംസാരമായിരുന്നു ഇന്ദിരാമ്മയുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നേ. പിന്നീട് ഇന്ദിരാമ്മ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും സുകന്യ രാജശ്രീയോട് പറഞ്ഞു, ചേച്ചി ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് പൈസ വേണ്ട, എനിക്ക് പക്ഷെ കുറച്ച് പൈസയും കൂടെ കിട്ടിയാൽ മതിയാവുള്ളൂ. നോക്കട്ടെ, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് പോ സുകന്യ, അച്യുതേട്ടൻ വരട്ടെ, അച്യുതേട്ടൻ വന്നിട്ട് അച്യുതേട്ടനുമായിട്ട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം, നീ സമാധാനമായിട്ടൊന്ന് പോന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുവാണ് രാജശ്രീ. കുറച്ച് കഴിഞ്ഞപ്പം അനന്തനും അച്യുതനും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ഇന്ദിരാമ്മ കട്ടക്കലിപ്പിലായിരുന്നു. അങ്ങനെ അച്യുതൻ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ അച്യുതന്റെ കാരണം തീർത്ത് ഒന്ന് പൊട്ടിച്ചു. അപ്പോഴേക്കും അനന്ത ചോദിച്ചു, എന്താമ്മേ മിണ്ടരുതെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് എന്റെ ധർമ്മനെ കൊണ്ട് പടുകുഴി കൊണ്ട് ചാടിച്ചല്ലേന്ന് ചോദിച്ചു. അമ്മേ അത് പിന്നെ എന്താമ്മേ? എടാ, സുകന്യയുടെ രണ്ടാം വിവാഹമായിരുന്നില്ലേ, അതെല്ലാം മറച്ചു വെച്ചിട്ട് നിങ്ങൾ അവനെ ചതിക്കുമല്ലേ ചെയ്ത ധർമ്മനെ. വൈകിയാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് ആ കാര്യം പറഞ്ഞത്. എങ്ങനെ തോന്നിയിടാ, നിന്റെയൊക്കെ സ്വന്തം ചോരയല്ലേ അവന്. നിങ്ങൾക്കൊക്കെ ഈ ക്രൂരത ചെയ്യാൻ വേണ്ടിയിട്ട് ബാലനെ ജയിക്കാൻ വേണ്ടി കാണിച്ചു വെച്ച പരിപാടിയല്ലേ. ബാലന് അവന് വേണ്ടിയിട്ട് നല്ല ആലോചനയൊക്കെ കൊണ്ടുവന്ന, എന്നിട്ട് നീയൊക്കെയോ അതെല്ലാം മുടക്കി ഒടുവില് സുകന്യെ പോലെ ഒരുത്തിനെ തലയെ വെച്ച് കെട്ടി വിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു, അമ്മേ ഞാന് വേണ്ടടാ, നീയൊക്കെ കൂടപ്പറപ്പാന്ന് പറയാൻ പോലും എനിക്കിപ്പോ നടക്കടാ. എന്താണെങ്കിലും രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാനുള്ളൂ. ഞാൻ ദേവമംഗലത്തേക്ക് ഇപ്പൊ തന്നെ പോകാൻ പോവാ. പോയിട്ട് സുകന്യെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോവാ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്റെ ധർമ്മന്റെ ജീവിതം ഇനിയും കുട്ടിച്ചോറാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, അമ്മ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിക്കുക. അമ്മ അങ്ങോട്ടേക്ക് പോവരുത്. ദേവമംഗലത്തേക്ക് പോയി ധർമ്മനെ കണ്ട് സംസാരിക്കരുത്. എന്താടാ സംസാരിച്ചാല്? അവൻ എത്ര പാവമായിരുന്നടാ. എന്തെങ്കിലും ദ്രോഹം ഇന്ന് വരെ നിങ്ങൾക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ? അവൻ അവൻ്റെതായ കാര്യം നോക്കി നടക്കുന്നല്ലാതെ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്യാൻ അവൻ ഇന്ന് വരെ വന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്ത എന്താ? പാവം, അവനെ ബലി കൊടുത്തില്ലടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അച്യുതൻ പറഞ്ഞു, അമ്മേ അത് പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത്. അബദ്ധം മിണ്ടരുത്. ഇതിനാണോടെ അബദ്ധം എന്ന് പറയണേ? എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇപ്പൊ തന്നെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അമ്മ ഇത് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുകന്യ ആ വീട് വിട്ടു പോകുന്നു പറഞ്ഞു അനന്തൻ. പോട്ടടാ, ആ വീട് വിട്ടു പോട്ടെ. എന്തിനാ അവൾ ആ വീട്ടില്? അവളെ പോലുള്ള ഒരുത്തി ആ വീട്ടിൽ ഇനി വേണ്ട. അവളുണ്ടെങ്കിൽ ആ വീട് മുടിഞ്ഞു പോകത്തുള്ളൂ. അവൾ അത്രയ്ക്ക് ദുഷ്ടിയാ. അല്ലെങ്കിൽ അവൾ ഈ സത്യങ്ങളൊക്കെ നേരത്തെ തുറന്നു പറയില്ലായിരുന്നോ? നിങ്ങളും കണക്കാ, അവളും കണക്കാ. എനിക്കിനിയിപ്പോ ആരെ ഒന്നും നോക്കാനൊന്നുമില്ല. എനിക്ക് എന്റെ ധർമ്മന്റെ ജീവിതമാണ് പ്രധാനം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അത് പിന്നെ അമ്മ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? ഇപ്പൊ നിയമപരമായിട്ട് ധർമ്മന്റെ ഭാര്യയാണ് സുകന്യ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവള് വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും. ഈ കുടുംബത്തിന് നാണക്കേടാവും. ഈ കുടുംബത്തിന് മാത്രമല്ല, ആ കുടുംബത്തിനും ധർമ്മനും സുഖനും നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് അനന്തം പറഞ്ഞു. ഇനി അവരുടെ ജീവിതത്തിൽ നമ്മളായിട്ടൊരു കരട് വീഴ്ത്തണം. ഇന്ദിരാമ്മയ്ക്ക് സഹിച്ചില്ല. ഇന്ദിരാമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇന്ദിരാമ്മ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്യുതം വന്നിട്ട് അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ഈ രണ്ടാം കല്യാണം എന്ന് പറഞ്ഞാൽ. മിണ്ടരുത്. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട. സ്വന്തം ചോരയോട് ദുഷ്ടത്തരം കാണിച്ചിട്ട് നിന്നെ ന്യായം പറയുന്നോടാ. നിന്നെ വിളിക്കേണ്ട പേര് വേറെന്നാ.
എന്നിട്ട് അവൻ ന്യായം പറഞ്ഞിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. നിന്നെ ഒന്ന് കൺമുന്നിൽ പോലും കാണാൻ കൊള്ളത്തില്ലാത്ത അത്രയ്ക്ക് ദുഷ്ടത്തര നീയൊക്കെ ചെയ്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മ നിന്ന് കരയുവാണ്. പാവം എൻ്റെ മോന്, അതിന് മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്ത്? അവൻ അവസാനം കിട്ടിയിരുന്ന ഇങ്ങനെ ഒരു വിധി ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയല്ലാതെ ഇന്ദിരാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദിരാമ്മ പൂജാമുറിയിൽ പോയിന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. എൻ്റെ ഭഗവാനെ, ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എൻ്റെ മോന് ഇങ്ങനെ ഒരു വിധി കൊടുത്തില്ല. അപ്പം പാവ അവനെ കാത്തോണേ. കാരണം ഇത്രയും കാലം കാത്തിരുന്ന അവനൊരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് ഒടുവിൽ അവനെ കിട്ടിയത് ഇങ്ങനെ ഒരു ബന്ധമാണല്ലോ. എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ്റെ സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവനെ ചതിച്ചു. നീയോ ഇനി അവൻ്റെ ഒരു തുണയുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ നിന്ന് ഏങ്ങി കരയാണ്. അപ്പോഴേക്കും അനന്തം വന്നിട്ട് ഇന്ദിരാമ്മയുടെ കാലിലേക്ക് വീണു. എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കമ്മേ, എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു. അതെ, ഞാൻ ക്ഷമിച്ചിട്ട് കാര്യമില്ല, ഭഗവാനോട് പറ ക്ഷമിക്കാനായിട്ട്. ഭഗവാനും ധർമ്മനും വേണം ക്ഷമിക്കാനായിട്ട്. ഞാൻ ക്ഷമിച്ചുകൊണ്ടൊന്നും ആയില്ല എന്ന് പറഞ്ഞു. കാരണം ഇന്ദിരാമ്മയ്ക്ക് അത്ര സങ്കടം ഉണ്ടായിരുന്നു, അത്ര വിഷമം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നിട്ട് തൻ്റെ ഇളയ മകനെ അങ്ങനെ ഒരു കൊടും ചതിയിലേക്ക് തള്ളിയിട്ടു എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നേ. പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുസരി മുറിയിൽ അലോകുമായിട്ട് സംസാരിക്കുകയാണ്. അലോക് ചോദിച്ചു, എന്താനും മോളെ, നിന്റെ ഒരു വിവരമല്ലോ? ഇന്നെ ഒന്ന് ഫോണും വിളിച്ചത് പോലും ഇല്ലോ. അത് പിന്നെ ഇവിടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി. സാരമില്ല, ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് കതവ് തുറന്ന് മീനാക്ഷി മുറിയിലേക്ക് വരുന്നേ. പെട്ടെന്ന് അനുസരി ഒന്നും വല്ലാതായി. അനുസരി പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. കോള് കട്ട് ചെയ്തിട്ട് മീനാക്ഷിയെ നോക്കി. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, ആരായിരുന്നു അനുമോളെന്ന് ചോദിച്ചു. ആ സമയത്ത് അനു പറഞ്ഞു, ഓ, മിത്രേച്ചിയുടെ അസുഖം മീനാക്ഷി ചേച്ചിക്കും തുടങ്ങിയോ? നേരത്തെ മിത്രേച്ചിക്കായിരുന്നു ഇങ്ങനെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ, ഇപ്പൊ മീനാക്ഷി ചേച്ചിക്കും അങ്ങനെ തന്നെ ആയെന്ന് ചോദിച്ചു. മീനാക്ഷി പറഞ്ഞു, ഒന്നും കാണാതെ ഞാൻ എന്താണെങ്കിലും ചോദിക്കില്ല എന്നറിയാലോ. നിന്നെ മുമ്പ് ഒരു വട്ടം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, ഇനി ഉപദേശിക്കേണ്ട വരില്ല എന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അതുകൊണ്ടൊന്നും നീ അടങ്ങിയില്ല എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങേ തലക്കില് കാമുകനാന്നുള്ള കാര്യം മീനാക്ഷിക്ക് മനസ്സിലായി. അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു, എന്താണെങ്കിലും മീനാക്ഷി ചേച്ചി പോലെ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല. ഞാൻ എന്തായാലും പ്രണയിച്ച് ഒളിച്ചോടി പോകാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ഇങ്ങനെ നോക്കി അനുസരെ. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ മനഃപൂർവ്വം താർക്കാൻ ശ്രമിച്ചാന്ന് എനിക്കറിയാം. കാരണം ഈ പ്രണയിക്കുന്നവരെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർക്കത് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അവരെ എതിർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ ഉപദേശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്കത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ആ സമയത്ത് അവരിങ്ങനെ ചില വാക്കുകളൊക്കെ പ്രയോഗിക്കും. എന്നെ മനഃപൂർവ്വം തളർത്താൻ വേണ്ടി നീ പറഞ്ഞാന്ന് മനസ്സിലായി ഇപ്പം ഈ ഡയലോഗ്. പക്ഷെ അതിലൊന്നും ഈ മീനാക്ഷി തളരില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുസരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അനുസരിക്ക് സങ്കടമായി. അപ്പോഴേക്കും മീനു പറഞ്ഞു, സങ്കടപ്പെടാനൊന്നും പറഞ്ഞില്ല, സാരമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അനുസരിയുടെ ചേച്ചി, സോറി കേട്ടോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. സാരമില്ല, പോട്ടെ, അതിന് നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങ് തിരിഞ്ഞു നടക്കുക. പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം എനിക്ക് എന്നോട് പറയാനുണ്ട്. ഈ ലോകത്ത് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ അച്ഛനും അമ്മയാണ്. ആ ഒരു കാര്യം നിന്റെ മനസ്സിൽ എപ്പോഴും വേണം. അവരില്ലാതെ നിന്നെ അത്രയും അധികം സ്നേഹിക്കുന്ന വേറെ ആരുമില്ല. എന്ത് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ മോൻ നിന്റെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. കാരണം അവർ നിന്നെ അത്ര സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, നിനക്ക് പഠിക്കാനൊന്നുമില്ല, നീ ഇരുന്ന് പഠിക്കാൻ നോക്ക്. അപ്പോഴും അനുസരിയുടെ മുഖം അങ്ങ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഫോണൊക്കെ അപ്പം തന്നെ കട്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു, നിന്നോട് ഞാനൊരു കാര്യം പറയാൻ ഓർത്താ, പക്ഷേ അത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് പറയാതിരുന്നിട്ട് കാര്യമില്ല, ഇപ്പം തന്നെ അത് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. എന്താ മീനാക്ഷി ചേച്ചി, കാര്യം എന്താന്ന് ചോദിച്ചു. അത് അന്ന പൂജ നടന്നില്ലേ, അഗ്നിപൂജ നടന്ന സമയത്ത് അമ്മയുടെ കാലിൽ ഒരാണി കൊണ്ട് കയറിയായിരുന്നല്ലോ. അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച കാര്യമല്ല, അത് ക്രിയേറ്റ് ചെയ്താണ്. അമ്മയെ മനഃപൂർവ്വം കൊല്ലാനായിട്ട് ഒരാൾ ക്രിയേറ്റ് ചെയ്ത കാര്യമെന്ന് പറഞ്ഞു. ചേച്ചി എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു. അതെ, ആദ്യം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല, പിന്നീട് എനിക്കത് വിശ്വസിക്കാൻ പറ്റി. അത് ആരാ ചെയ്തതെന്നറിയാവോ? കൃഷ്ണമംഗലത്തെ അലോകാണ് അങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചേ. അലോകോ? അതെ, നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, അന്ന് ഈ കൃഷ്ണമംഗലംകാരും ദേവമംഗലംകാരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നീ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നീ ആ കാര്യം അറിയാതെ പോയത്. പക്ഷെ എനിക്കിപ്പം നിന്നോടത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. മീനാക്ഷിക്ക് സംശയം ഉണ്ടായിരുന്നു അനുസരിയുടെ കാര്യത്തിൽ, അലോകിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് മീനാക്ഷി അലോകിന്റെ കള്ളത്തരങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയത് അനുസരിയോട്. അത് കേട്ടിഞ്ഞപ്പോൾ അനുസരി വെച്ച്, സത്യമാണോ പറയണേ? ഞാനെന്തിനാ കള്ളത്തരം പറയണേ? അല്ലെങ്കിൽ ഇവിടെ ആരുടെയും ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് അനുസരിക്ക് സഹിച്ചില്ല. അനുസരിയുടെ മനസ്സിലേക്ക് തൻ്റെ അമ്മയുടെ കാലിലേക്ക് ആ ഒരു ആണി കയറുന്ന ആ രംഗങ്ങളൊക്കെ ഓർമ്മ വരുവാണ്.
അതോർത്ത് ഇനിയിപ്പോൾ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. പെട്ടെന്ന് അനു ഫോൺ എടുത്ത് അലോകിനെ വിളിക്കുകയാണ്. എന്താ അനു, നീ എന്താ ഇപ്പം വിളിച്ചേ? അപ്പോഴേക്കും പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കാണാനോ? നാളെ എനിക്കൊന്ന് കാണണം. നാളെ എങ്ങനെയാ കാണുന്നേ? നാളെ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. അച്ഛൻ്റെ കൂടെ ആ ക്വാറിയുടെ ലൈസൻസിന് വേണ്ടിയിട്ട് മിനിസ്റ്റർ ഒന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം നാളെ തിരക്കാം, മറ്റന്നാൾ ആട്ടെ എന്ന് പറഞ്ഞു. പറ്റില്ല, നാളെ കാണണം എന്ന് പറഞ്ഞു. നാളെ തന്നെ കാണണം എന്ന് പറഞ്ഞു. എന്തായാലും നിനക്കിത് എന്ത് പറ്റി? എനിക്ക് നിന്നെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അനുസരിച്ച് ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.